ഞാൻ ഒരു 45 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. മുൻ വർഷങ്ങളെക്കാട്ടും ഇപ്പോൾ ഭയങ്കര ട്രാഫിക് കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം ആക്സിഡൻറ്റ് കൂടുതൽ. രാത്രി 2 മണിയോടെ ഒരു വണ്ടി വന്ന് ഇങ്ങനെ ഞങ്ങളുടെ ഗേറ്റെല്ലാം ഇടിച്ച് താഴെ ഇറങ്ങി. ഈ ഒരു വർഷത്തിന് മുമ്പ് നടന്നു ഇതുപോലെ ഒരു സംഭവം. ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2 കുട്ടികളെ ഇറങ്ങിപ്പോകുന്ന കണ്ടു. വളരെ യങ്സ്റ്റേഴ്സായിരുന്നു. ഒന്നും പറ്റിയില്ല ആക്സിഡൻറ്റ്. സ്ഥിരമായിട്ട് അത് ഗവൺമെൻറ്റും നാഷണൽ ഹൈവേക്കാരും കോർപ്പറേഷനും എല്ലാം കൂടെ സഹകരിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടി. 14 16 വയസ്സുള്ള 2 കുട്ടികൾ ഓടിച്ച വാഹനമാണ് ഈ താഴ്ചയിലേക്ക് കിടക്കുന്ന ഈ മാരുതി കാർ. കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് കരമന പാലത്തിനോട് ചേർന്ന ഈ വീട്ടിൻ്റെ മതിലിടിച്ച് തകർത്ത് പരസ്യ ബോർഡിലേക്ക് ഇടിച്ച് വായുവിൽ പറന്നുകൊണ്ട് താഴേക്ക് ഈ വാഹനം പതിച്ചത്. വീട്ടുകാരെ പറ്റിച്ചുകൊണ്ട്, അതായത് രാത്രി വീട്ടിൽ നിന്നും വീട്ടുകാരറിയാതെ ഇറങ്ങി അവിടെ നിന്നും വീട് പൂട്ടിയിട്ട്, അതായത് അഥവാ വീട്ടുകാരറിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി വീടും പൂട്ടി അവിടെ നിന്നും വാഹനവുമായി കറങ്ങാനിറങ്ങിയ 2 കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ഭാഗ്യവശാൽ ഈ കുട്ടികൾക്ക് കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. ഈ ഒരു അപകടത്തിൻ്റെ ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ മാത്രമാണ് ഉണ്ടായത്. അവരെ പിന്നീട് പോലീസ് ഇവിടെ നിന്നും സ്റ്റേഷനിലേക്ക് മാറ്റി രക്ഷിതാക്കൾ അവിടേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു സ്ഥിരം അപകട മേഖലയാണ്. ഇവിടെ സ്ഥിരമായി അപകടം നടക്കുന്നു. അതായത് ഒരു കരമന പാലത്തോട് ചേർന്നിട്ടുള്ള നന്ദിലത്ത് ജിമാട്ട് സ്ഥാപനത്തിനോട് ചേർന്നിട്ടുള്ള ഒരു താഴ്ചയിലുള്ളൊരു വീടാണ്. ഇവിടെ ഇതിന് മുൻപ് 1 വർഷത്തിന് മുൻപടക്കം ടാക്സി വാഹനവും ബൈക്കും അടക്കം ഈ ഒരു നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തവണത്തെ കുട്ടികളുടെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കാരണം ഒരു കൈവരിയുണ്ട് ഈ ഒരു വീട്ടിലേക്ക് ഇറങ്ങുന്ന. ആ കൈവരിയിൽ ഇടിച്ച് ആ കൈവരിയുടെ ഭാഗങ്ങൾ തെറിച്ച് വീടിൻ്റെ മുൻവശത്തേക്ക് എത്തുന്നു. അവിടെ നിന്നും തെറിച്ച് പിന്നീട് വാഹനം ഈ തൂണിലേക്ക് ഇടിച്ചുകൊണ്ടാണ് താഴേക്ക് പതിച്ചത്. കുട്ടികൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് തന്നെ കുട്ടികൾ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നാണ് വീട്ടുകാരടക്കം പറയുന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്ത് വരുമ്പോൾ കുട്ടികൾ ഇവിടെ വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കണ്ടത്. ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. വീട്ടുകാരടക്കം അറിഞ്ഞില്ല. വാഹനം എന്തായാലും മുൻഭാഗം മുഴുവനായും തകർന്നിട്ടുണ്ട്. ഈ ഒരു മതിലിനും ഈ പരസ്യബോർഡിനടക്കം കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും ജീവന് ഭീഷണി അല്ലെങ്കിൽ ജീവൻ വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഇല്ലാതെ രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യമെന്നാണ് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും എല്ലാം ഇപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു അപകട മേഖലയിൽ വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. ഈ ഒരു കുട്ടികളെ ഇപ്പോൾ കരമന പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ക്യാമറമാൻ സന്തോഷിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.